ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കറിയായിട്ടാണ്. ഒരു ഈസി ആയിട്ട് കുക്കറിൽ ഒരു ഈസി ആയിട്ട് എങ്ങനെ ഒരു ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളക്, കുറച്ച് കറി ലീവ്സും, ഒരു ടീസ്പൂൺ ജീരകം. ഇത് കൂടിയിട്ട് നല്ലോണം ചതക്കാനെ വേണം, ഗ്രൈൻഡറിൽ ഇടാൻ പാടില്ല, ചതക്കാനെ വേണം. എന്നിട്ട് കുക്കറിൽ എടുത്തിട്ട് 2 ഉള്ളിയും 2 തക്കാളി മീഡിയം സൈസ് നോക്കിയിട്ട് എടുത്താൽ മതി. അത് രണ്ടും കൂടിയിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലത്തേക്ക് ഇട്ടിട്ട് ഉപ്പും നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കറി പൊടിയാണിത്, മിക്സ് പൊടി. എന്നിട്ട് ഓയിലും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നതാണ്. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ചതച്ച നമ്മളെ ജീരകത്തിൻ്റെ മിക്സിൽ അതും കൂടി ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ചതച്ചത് ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ മിക്സിങ്ങിലാണ് ഇരിക്കുന്നത്, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ കറി മസാല എന്ന് പറയുന്നത് എല്ലാം കൂടി മിക്സ് ആയിട്ടില്ല. റെഡ് ചില്ലി പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മറ്റേ ടെർമറിക് പൊടി, മഞ്ഞപ്പൊടിയോ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ വീട്ടിലും എല്ലാം മിക്സ് പൊടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളിപ്പം വീട്ടിൽ നിന്ന് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളിപ്പോൾ സാധാരണ ചിക്കൻ കറി വെക്കുമ്പോൾ എന്ത് മസാല ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടാലും മതി. അങ്ങനെ ആ അളവിൽ നിങ്ങൾക്ക് ഇട്ടാൽ മതി. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ഇട്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ ഞാൻ ഉലുവ ഇടുന്നുണ്ട്. അത് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അത്ര. എന്നിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ട് വൃത്തിയാക്കിയ ചിക്കന് ഞാൻ 1 കിലോ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത് കൂടിയിട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കുക. ഇത് കറക്റ്റ് അളവാണ്. ഇതിൽ പിന്നെ ഉപ്പിൻ്റെ ടേസ്റ്റ് മാത്രം നിങ്ങൾ ലാസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ 1 ടീസ്പൂൺ അത്രയാണ് ഉപ്പ് ഇട്ടിട്ടുള്ളത്. എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതിൽ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഇടുമ്പം കറിക്കൊരു ഒരു ടേസ്റ്റും കൂടും. പിന്നെ 1.5 ഗ്ലാസ് വെള്ളവും ഞാൻ എടുക്കുക. ചൂടില്ല തിളച്ച വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ വേറെ പണിയൊന്നുമില്ല. ജസ്റ്റ് കുക്കറിൽ 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ 4 വിസിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടിപ്പം ഞാൻ തേങ്ങൻ്റെ ഒരു പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ചെറിയ ഉള്ളി, ഷാലറ്റ്സ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളി, കരിവേപ്പില, ജീരകവും ചുവന്നമുളകും തേങ്ങയും ഇതെല്ലാം കൂടിയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൽ എണ്ണ ചേർക്കുന്നില്ല. 1 കപ്പോളം നല്ല തേങ്ങ എടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങ എടുക്കുക. ജസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ളത് യൂസ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട്. എന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് ടേസ്റ്റ് ഇതിന് കിട്ടും. അപ്പോൾ ഡ്രൈ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ലോ പ്രോസസ്സാണ്, കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പം ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ സ്ലോ ആയിട്ടില്ല ബ്രൗൺ ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്ര മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഓഫാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഇതായിക്കഴിഞ്ഞാൽ നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഗ്രൈൻഡറിലേക്ക് ചെറിയ ഗ്രൈൻഡർ എടുത്തിട്ട് നമ്മൾ ഇത് പൊടിക്കുകയും ചെയ്യുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ ആദ്യം പൊടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ വെള്ളം ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ഈ കറി ഉണ്ടാക്കണം. ഇപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് തണിഞ്ഞ് കഴിഞ്ഞേരം ഞാൻ ഗ്രൈൻഡറിൽ എടുത്തിട്ട് റോസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ട് നല്ല തിളക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് തിളക്കുക. ഇത് കണ്ടില്ല, ഞാൻ പൊടിച്ചിട്ടേ ഇല്ലത്. അപ്പോൾ ആദ്യം നല്ലോണം പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചമ്മന്തി എല്ലാം പൊടിക്കുന്നില്ല, അതുപോലെ പൊടിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൽ ചെറുങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്രൈൻഡ് മിക്സായിട്ട് കിട്ടും. തെരിപ്പൊന്നും പാടില്ല. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലുള്ള ബാക്കിയുള്ള മസാലയെല്ലാം ഇട്ടിട്ട് നല്ലോണം തിളച്ചിട്ട് ഈ തിളക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് കുറച്ച് മീഡിയം സൈസ് തീയിലാക്കിയിട്ട് ഒന്നും കൂടി അത് മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഇത് വെള്ളം പോലെ കാണും, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അത് കട്ടിയാവും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ 2-3 ചെറിയ ഉള്ളിയും ചുവന്ന മുളകും കരിവേപ്പിലയും കൂടിയിട്ട് കുറച്ച് ജീരകവും കൂടിയിട്ട് എല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് താളിക്കുക. എന്നിട്ട് ഇത് നല്ലോണം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂൺ ജീരകപ്പൊടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നല്ല തിള വരുന്നുണ്ട്. ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുക. ചെറിയ ബ്രൗൺ കളർ ആകുന്നവരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, കുറച്ചും കൂടി ഗോൾഡൻ ബ്രൗൺ ആകണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണിൻ്റെ അത്ര റെഡ് ചില്ലി പൊടിയാണ്. സാധാരണ നമ്മളെ കുമട്ടി മുളകില്ല, അതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം ആ പൊടി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കറിയിലേക്ക് കാച്ചിയിട്ട് ഇതിങ്ങനെ നല്ലൊരു മണവും നല്ല ടേസ്റ്റും നല്ല കറീൻ്റെ നല്ല കട്ടിയും കിട്ടും ചുവന്ന മുളക് ഇട്ടുകൊണ്ട്. പിന്നെ ഇതിൽ
കുറേ ചുവന്നമുളക് ഇടുന്നതുകൊണ്ടും അത്ര എരിവ് ഉണ്ടാവില്ല. കറി നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ല എരിവ്, അങ്ങനെ എരിവൊന്നുമില്ല. തേങ്ങാപ്പാലെല്ലാം ഒക്കെ ഒഴിച്ചില്ലേ, ഇനി ഉരുളക്കിഴങ്ങും എല്ലാം കൂടിയിട്ട് അന്ന് തിളക്കുക. ഇതെല്ലാം കൂടിയിട്ട് തിളച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് സമയം അതങ്ങനെ പൊത്തി വെച്ച് കഴിഞ്ഞിട്ട് നമ്മളെ കറി നല്ല റെഡിയായിട്ട് നല്ല കട്ടിയിലായിട്ട് കിട്ടും ഇത്. അപ്പോൾ എല്ലാവരും കൂടി ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പത്തലിന് നെയ്ച്ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.